ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു വെള്ളക്കടലക്കറിയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വെള്ളക്കടലക്കറിയാണ്. ഒരു 8 മണിക്കൂർ കുതിർത്തെടുത്ത വെള്ളക്കടലയാണ്. ഇതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇന്ന് ഞാൻ തേങ്ങ ഒന്നും ചേർക്കാതെ നല്ല തിക്ക് ഗ്രേവി ആയി തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു കടലക്കറിയാണ്. അപ്പൊ കടല ഇഷ്ടമില്ലാത്ത കുട്ടികളും ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കടല കറി കഴിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു കടലക്കറി തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ കുക്കറിലേക്ക് കഴുകിയെടുത്ത കടലേനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ കടല വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 വിസിൽ വരെയൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ നല്ലൊന്ന് ചൂടായതിനു ശേഷം ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 തുണ്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്താണ് ഞാൻ ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒരു പച്ചമുളക് നടുകയിട്ടിട്ടതുമാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട്. കടല നല്ല തിക്കായിട്ട് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കടലേനെ ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് കടലക്കറി ഇഷ്ടാവും. കടലയുടെ സത്തൊക്കെ നമുക്ക് കറിയിൽ പറ്റുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ്സും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ സവാള ഒക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളി ഞാനൊരു തക്കാളി മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തക്കാളിയുടെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് വഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി കട്ട് ചെയ്തും ചേർക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ തക്കാളി ഒക്കെ ഒന്ന് വഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഒന്ന് സിമ്മിൽ വെച്ച് തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിലേക്ക് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതായിരിക്കും നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ സവാള തക്കാളി ഒക്കെ ഒന്ന് പകുതി കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. സ്റ്റവ് സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, പെരിഞ്ചീരക പൗഡറിൻ്റെ. അപ്പോൾ നമ്മുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറികൾക്ക് സീക്രറ്റ് പൗഡറാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ പെരിഞ്ചീരകപ്പൊടി തയ്യാറാക്കി വെച്ചിട്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു പൊടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മസാലപ്പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതും കൂടി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള കടലേനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കടല നമ്മൾ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ നമ്മുടെ കടലക്കറിയെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ കടലിലേക്കൊക്കെ പിടിക്കുക. അതേപോലെ തന്നെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഓൾറെഡി തക്കാളി ഉള്ളിയൊക്കെ നല്ല വഴണ്ട മസാലകളൊക്കെ നല്ല കുക്കായതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കടലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടലക്കറിയുടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ്. അപ്പം ചപ്പാത്തി പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. കടല കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് ആയിട്ട് കിട്ടും.
കറി നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചാൽ മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിലൂടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതേപോലെ ഹൈപ്പ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.